കേരളത്തിലെ യുവജന താല്പര്യം മുൻനിർത്തി ഈ PSC ഓഫീസിന് മുന്നിൽ ചരിത്രപരമായ ഒരു സമരത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കേരളത്തിലെ ഞാൻ നിൽക്കുന്ന PSCയെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിലെ ഒരു പൊതുധാരണയുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് കേന്ദ്രമാണ് ഈ PSC. അതുകൊണ്ടാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത് PSC എന്ന് പറയുന്ന ഈ തട്ടിപ്പ് കേന്ദ്രത്തെ പിരിച്ചുവിട്ടുകൊണ്ട് കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSCയുടെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് PSCയുടെ പരീക്ഷാ നടത്തിപ്പുകളെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യം വരുത്തക്ക രീതിയിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഈ സംസ്ഥാനത്ത് അനിവാര്യമായി മാറിയിരിക്കുന്നു. കേരളം ഭരിച്ച 2 മുന്നണികളും വ്യാപകമായ ക്രമക്കേടുകൾക്ക് PSCക്ക് മുന്നിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശന്റെ ഗവൺമെന്റ് LDFിനെ പിന്തുണയ്ക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഉണ്ടാകില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതൊരു കേന്ദ്ര അന്വേഷണ ഏജൻസി CBIയെ കൊണ്ട് PSCയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നിയമനങ്ങളെ സംബന്ധിച്ച് റാങ്ക് ലിസ്റ്റുകളെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം വ്യാപകമായ ക്രമക്കേടുകള് PSC പരീക്ഷാ തട്ടിപ്പുമായി കേരളത്തിലെ മാധ്യമങ്ങളടക്കം നിരവധി പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ തട്ടിപ്പാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിയമനത്തില് ചീഫ് നിയമനത്തില് ഒരു LDF ഉദ്യോഗാർത്ഥിയെ സഹായിക്കുവാൻ വേണ്ടി 58 മാർക്കിന്റെ ചോദ്യം വാല്യൂ ചെയ്യാതിരിക്കുക, മൂല്യനിർണ്ണയം നടത്താതിരിക്കുക. 10 ചോദ്യങ്ങളാണ് ഒഴിവാക്കപ്പെട്ടത്. കാര്യം LDFന്റെ ഒരു സഹപ്രവർത്തകനെ കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിലെ ചീഫ് നിയമനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കഠിനാധ്വാനം നടത്തി പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത കേരളത്തിലെ ആ യുവ സമൂഹത്തെ ഒഴിവാക്കപ്പെടണം. പാർട്ടി താല്പര്യം PSC പരീക്ഷ നടത്തിപ്പിൽ പോലും നടപ്പിലാക്കണമെന്നുള്ള PSCയുടെ ചെയർമാൻ അടക്കമുള്ളവരുടെ തീരുമാനം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാനിംഗ് ബോർഡിന്റെ ചീഫ് എക്സാമിൽ 58 മാർക്കിന്റെ ചോദ്യം മൂല്യനിർണ്ണയം നടത്താതെ പോയത്. ഉദ്യോഗാർത്ഥികൾ മിടുക്കരായി സമർത്ഥരായ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാർത്ഥികൾക്ക് ഒരു സംശയം തോന്നുകയുണ്ടായി. ഞങ്ങൾക്ക് ഇത്രയും മാർക്ക് കിട്ടിയാൽ പോരാ, ഞങ്ങൾ എഴുതിയ എല്ലാ ചോദ്യങ്ങൾക്കും മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ PSCയുടെ വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് അവരുടെ ആൻസർ ഷീറ്റ് ആവശ്യപ്പെടുക. അവരുടെ ആൻസർ ഷീറ്റ് നോക്കിയപ്പോഴാണ് അവർക്ക് ലഭിക്കേണ്ട മാർക്ക് ലഭിച്ചില്ല എന്ന് ആ ഉദ്യോഗാർത്ഥികൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് അവർ കോടതിക്ക് മുന്നിൽ കേസിന് പോയിട്ടുള്ളത്. അപ്പോഴാണ് ഈ ഗവൺമെന്റ് അന്വേഷണം ആരംഭിച്ചത്. ആ PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും VD സതീശന്റെ ഗവൺമെന്റ് ആ അന്വേഷണത്തിൽ കോടതി പറഞ്ഞ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിട്ടും അതിന്റെ പ്രതി ആര് എന്ന് ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു അട്ടിമറി PSCയിൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഈ കേസിന്റെ 1-ാം പ്രതി ആര്, 2-ാം പ്രതി ആര്, അല്ലെങ്കിൽ ഇതിന് ഗൂഢാലോചന നടത്തിയവരാര് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പോലും കോടതിക്ക് മുന്നിൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ട്? അപ്പോൾ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന ഗവൺമെന്റ്, VD സതീശന്റെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം PSCയും കേരളത്തിലെ ആൾക്കാർ കാണുന്നത് ഇത് പൂക്കി സതീശൻ കമ്മീഷനായി മാറിയിരിക്കുന്നു. LDFിനെ സഹായിക്കാൻ VD സതീശൻ കേരളത്തിലെ യുവജനങ്ങൾ വഞ്ചിക്കുന്നു, കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികൾ വഞ്ചിക്കുന്നു. ഇതിലൊരു മാറ്റം ഉണ്ടാവണമെന്നാണ് യുവമോർച്ച ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ നിരന്തരമായി PSC നടത്തിയ തട്ടിപ്പ്, ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുന്നതെന്ന് അറിയാം. ശിവരഞ്ജിത് എന്ന DYFയുടെ നേതാവ് ഈ സിറ്റിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്രിമിനലായിരുന്നു. ആ ക്രിമിനൽ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ 1-ാം റാങ്കുകാരനാകുന്നു. നൈസാം 2-ാം റാങ്കുകാരൻ. ഇവിടുത്തെ പ്രാദേശിക DYFയുടെ നേതാക്കന്മാരാ. പിണറായിയുടെ കാലഘട്ടത്തിൽ നടത്തിയ PSC പരീക്ഷയാ.
ഒരു അടിപിടി കേസിൽ കുത്തുകേസിൽ അകത്തായപ്പോൾ പോലീസുകാർക്ക് സംശയം, ഇയാൾ എങ്ങനെ PSC കോൺസ്റ്റബിൾ പരീക്ഷയിൽ 1ാം റാങ്കുകാരനായി? ആ അന്വേഷണം നടത്തിയ അദ്ദേഹത്തിന്റെ വീട് പരിശോധിക്കുമ്പോൾ സർവകലാശാലയുടെ ആൻസർ പേപ്പറുകളും ചോദ്യ പേപ്പറുകളും സീലും അടക്കം ആ ശിവരഞ്ജത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കേണ്ടായി. പിണറായിയുടെ പോലീസ് തുടർന്ന് എന്ത് നടപടിയെടുത്തു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്? അങ്ങനെ നിരവധി കേസുകളുണ്ട്. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ കേരളത്തിലെ നിയമസഭാ സെക്ഷന്റെ അവസാനം ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം ചോദ്യങ്ങളെ ചോദിക്കേണ്ടായി. നിങ്ങൾ എത്ര പിൻവാതിൽ നിയമനം നടത്തിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഔദ്യോഗിക കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 1.5 ലക്ഷം പേരെ പിണറായി ഗവൺമെന്റ് കാലഘട്ടത്തില് പിൻവാതിൽ നിയമനം വിവിധ വകുപ്പുകളിൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് PSCയുടെ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോഴാണ് പിണറായിയുടെ സർക്കാർ 1.5 ലക്ഷം ആൾക്കാരെ കേരളത്തിലെ യുവജനങ്ങളുടെ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് ഏറ്റവും സമർത്ഥരായി പിടിച്ച റാങ്ക് ലിസ്റ്റിൽ 1ാമതായ ആ ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് 1.5 ലക്ഷം പേരെ പിൻവാതിൽ നിയമനം നടത്തിയത് ഇപ്പോൾ VD സതീശന്റെ ഗവൺമെന്റിനാണ് ചെയ്യുന്നത്. ഇതിന് സമാനമായി ആ 1.5 ലക്ഷം പേരിൽ ഏതാണ്ട് 3/4% ആൾക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ UDF ഗവൺമെന്റ് അവർക്ക് താല്പര്യമുള്ളവരെ പിൻവാതിൽ നിയമനം നടത്തുന്നു. കേരളത്തിലെ PSCയുടെ റാങ്ക് ലിസ്റ്റ് നോക്കുകുത്തിയാകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, പിണറായി പോയി, VD സതീശൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നയങ്ങളിൽ, നിങ്ങളുടെ ഭരണരംഗങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഞാനും മനു പ്രസാദും അടക്കമുള്ള യുവമോർച്ചയുടെ നേതാക്കന്മാർ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ഒരു സമരം, LD റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം, അവിടെ LP റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം, അധ്യാപകർ അവർക്ക് നിയമനം കിട്ടാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ 1ാമതായിട്ടും അവർ നിയമിക്കുന്നില്ല. ആ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 37 ദിവസക്കാലം കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരത്തിന് മുൻപന്തിയിൽ വലിയ പിന്തുണ കൊടുത്ത VD സതീശൻ ഭരിക്കുമ്പോൾ LP റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നില്ല. 37ാമത്തെ ദിവസം ആ സമരത്തിന് ലഭിച്ച പിന്തുണ കണ്ടിട്ടാണ് ആ സമരം ഒത്തുതീർപ്പാക്കാൻ താൽക്കാലികമായി നിയമനം നടത്താമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞില്ല. മറിച്ച് ഞങ്ങൾക്ക് പഠിക്കാൻ 45 ദിവസത്തെ സമയം വേണം. റാങ്ക് ലിസ്റ്റ് മുന്നിലുണ്ട്, ഒഴിവുകളുടെ എണ്ണം മുന്നിലുണ്ട്, നിയമിക്കുവാൻ വേണ്ട നടപടി മാത്രമാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് യുവമോർച്ച പറയുന്നത്, VD സതീശന്റെ ഗവൺമെന്റ് യുവാക്കളോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന, PSC റാങ്ക് ലിസ്റ്റിന് മുന്നിൽ പരിഹസിക്കുന്ന ഒരു ഗവൺമെന്റായി VD സതീശന്റെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. സമീപകാല സംഭവം, നമ്മുടെ കേരളത്തില് PSC നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആ യുവജനങ്ങൾ പങ്കെടുക്കുന്നത്, പരീക്ഷാർത്ഥികൾ പങ്കെടുക്കുന്നത് കേരളത്തിലെ LDC പരീക്ഷയിലാണ്. 2025 8 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് PSCയുടെ പരീക്ഷയിൽ എഴുതിയത്. നിങ്ങൾ എത്ര പേര് അഡ്രസ് ചെയ്തു? ഔദ്യോഗിക രേഖ അനുസരിച്ച് 1800 പേര് മാത്രമാണ് 2025 PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ നിയമിച്ചിട്ടുള്ളത്. അതിന് തൊട്ടു മുമ്പ് 2022 അന്നത്തെ LDC റാങ്ക് ലിസ്റ്റിൽ നിന്ന് 12,000 പേർക്ക് നിങ്ങൾ അഡ്വൈസ് കൊടുത്തപ്പോൾ 3 വർഷം പിന്നിടുമ്പോൾ 8 ലക്ഷം പേരെഴുതിയ ഒരു PSC പരീക്ഷയില് കേവലം 1800 പേരെ മാത്രം നിയമിക്കുക, അവർക്ക് മാത്രം അഡ്വൈസ് കൊടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചത്, കേരളത്തിലെ ഓരോ വകുപ്പ് തിരിച്ച് എത്ര ഒഴിവുകളുണ്ട് എന്ന് പരസ്യപ്പെടുത്താൻ VD സതീശന്റെ ഗവൺമെന്റ് തയ്യാറുണ്ടോ? നിങ്ങൾ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നപ്പോൾ കേരള നിയമസഭയ്ക്കകത്തും പുറത്തും നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, PSC റാങ്ക് ലിസ്റ്റിലെ ഒഴിവുകൾക്കനുസരിച്ച് എന്തുകൊണ്ട് നിയമനം നടത്തുന്നില്ല എന്നടക്കം. പിൻവാതിൽ നിയമനത്തെ സംബന്ധിച്ച് നിങ്ങൾ ഈ സംസ്ഥാനത്ത് വ്യാപകമായ സമരം നടത്തിയിട്ടുണ്ട്. ആ നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ കേരളത്തിലെ യുവാക്കളുടെ താല്പര്യം, PSC പരീക്ഷ എഴുതിയ
ഉദ്യോഗാർത്ഥികളുടെ താല്പര്യം, കേരളത്തിലെ യുവജന സംഘടനകളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടത്. നിങ്ങളിപ്പോൾ വന്ദേ മാതരം ചൊല്ലില്ല എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നവർ കേരളത്തിലെ യുവജനങ്ങളുടെ താല്പര്യം അത് നടപ്പിലാക്കാൻ നിങ്ങളെന്ന് നിർബന്ധം പിടിക്കുക. രജിസ്ട്രേഷനിലൂടെ ഭാരതീയ പൗരത്വം നേടിയിട്ടുള്ളവർ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഞങ്ങൾ യുവാക്കൾ നീതി പ്രതീക്ഷിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യവും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് യുവമോർച്ച ഒരു രാപ്പകൽ സമരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഐതിഹാസികമായ കേരളത്തിലെ ഒരു സമര പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കും PSC റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള ചില ഉദ്യോഗാർത്ഥികൾ വിളിക്കേണ്ടായി. ഈ ഓണക്കാലത്ത് തിരുവനന്തപുരത്ത് തിരുവോണ നാളില് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിയമനത്തിന് വേണ്ടി ഞങ്ങൾ സമരം നടത്തുന്നു. BJPയുടെ യുവമോർച്ചയുടെ പിന്തുണ ഞങ്ങൾക്ക് തലസ്ഥാന നഗരിയിൽ വേണമെന്ന് പറയുണ്ടായി. എന്തുകൊണ്ട്? കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ, PSC ഉദ്യോഗാർത്ഥികൾ BJPയെ യുവമോർച്ചയെ വിശ്വാസമർപ്പിക്കുന്നു. കാര്യം ഇത് ചോദിക്കാൻ ഇന്ന് ഈ കേരളത്തിലെ ഏറ്റവും കരുത്തുള്ള പ്രസ്ഥാനം അത് യുവമോർച്ചയാണ്. ആ യുവമോർച്ചയുടെ മുന്നിൽ പറഞ്ഞാൽ, അവരുടെ സമരവേദിയിൽ പറഞ്ഞാൽ, ആ സമരവേദിയിൽ അവരോടൊപ്പം ഉണ്ടായാൽ PSCയെ സംബന്ധിച്ച് അവരുടെ ഉദ്യോഗാർത്ഥികൾക്ക് വിശ്വാസം ഉണ്ടാകുന്ന തരത്തിലേക്ക് കേരളത്തിലെ യുവജനങ്ങളുടെ പ്രതീക്ഷയായി യുവമോർച്ച മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇന്ന് കടന്നു വന്നപ്പോൾ അവര് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, BJP എല്ലാവിധമായ പിന്തുണയും കൊടുത്തുകൊണ്ട് കേരളത്തിലെ യുവജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ യുവമോർച്ച നടത്തുന്ന ഈ ചരിത്രപരമായ പോരാട്ടം അത് വിജയം കണ്ട് കേരളത്തിൽ അവസാനിക്കൂ എന്ന് PD സതീശനെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ. ഈ ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ ഈ PSCയുടെ ഇപ്പോഴത്തെ ബോർഡംഗങ്ങളെയും ചെയർമാൻ അടക്കമുള്ളവരെയും പിരിച്ചുവിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറയും ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, ഞങ്ങൾക്ക് അങ്ങനെ പിരിച്ചുവിടാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ മുന്നില് കേരള ഹൈക്കോടതിയുടെ പരാമർശം അടക്കം PSCയെ സംബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരം നടത്തിയവരാ. എങ്ങനെയാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇപ്പോഴത്തെ മുൻ ചെയർമാൻ പ്രശാന്തിനെ അടക്കം അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്? കേരള ഹൈക്കോടതിയുടെ നടപടിയില് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുക. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് PSCയെ പോലെ മറ്റൊരു തട്ടിപ്പ്. ആ തട്ടിപ്പ് കേരളത്തിലെ ഭക്തജനങ്ങൾക്ക്, കേരളീയർക്ക് മനസ്സിലായത് കേരള ഹൈക്കോടതി നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ്. ആ അന്നത്തെ ഭക്തജനങ്ങളോടൊപ്പം ചരിത്രപരമായ ആ പോരാട്ടത്തിന് അന്ന് കേരളത്തിൽ മുന്നിൽ നിന്നത് BJP മാത്രമാണെന്ന യാഥാർത്ഥ്യമുണ്ട്. അതേപോലെ ഇന്ന് പ്രശാന്ത് അടക്കമുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇന്ന് ജയിലറകളാണെങ്കിൽ ഈ PSC ചെയർമാനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ ഇന്ന് കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഏക സംഘടന BJP ആണ്. ഏക യുവജന പ്രസ്ഥാനം യുവമോർച്ചയാണ്. നിങ്ങളെ ജയിലിൽ അടയ്ക്കുന്നവരെ, കേരളത്തിലെ PSC റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നവരെ ഈ പോരാട്ടം മുന്നോട്ട് പോകും. അതിന് PSC ഉദ്യോഗാർത്ഥികളോടൊപ്പം കേരളത്തിലെ യുവ സമൂഹത്തോടൊപ്പം യുവമോർച്ച അതിന് നേതൃത്വം കൊടുക്കുന്ന BJP ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രാപ്പകൽ സമരം ഈ ഓണക്കാലത്തും ഇത്രയധികം ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിക്കൊണ്ട് കേരളത്തിന്റെ ഭാവി പ്രതീക്ഷകൾക്ക് വലിയ കരുത്തേകുന്ന ഈ രാപ്പകൽ സമരം സംഘടിപ്പിച്ച മനു പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള യുവമോർച്ചയെ പാർട്ടിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ രാപ്പകൽ സമരത്തിന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു.